മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പല പല വിഭവങ്ങൾ നമ്മൾ പരീക്ഷിക്കുമ്പോൾ ചിക്കൻ കൊണ്ട് തന്നെ എത്ര വ്യത്യാസമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എങ്കിലും നമ്മൾക്ക് പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടെത്താനും അത് രുചിച്ച് നോക്കാനും ഒക്കെ ഇഷ്ടമാണ്. ചിക്കൻ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് നാടൻ വിഭവങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ നാടൻ വിഭവത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ഏത് രീതിയിൽ ചെയ്താലാണ് ചിക്കൻ കൂടുതൽ ഇഷ്ടം? ഇപ്പം നാടൻ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, പിന്നെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ചൈനീസ് വിഭവങ്ങളാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മെനു കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ചൈനീസ് വിഭവങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എന്തൊക്കെ കിട്ടും, ഇങ്ങനെയൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നാടൻ വിഭവങ്ങളിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നാടൻ കഴിക്കുന്നുണ്ടെങ്കിൽ നാടൻ സ്പെഷ്യലായിട്ട് നല്ല രീതിയിൽ നാടൻ ഉണ്ടാക്കുന്ന കടകൾ നോക്കി പോകും. അപ്പോൾ മുന്തിയ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ കൂടുതലായിട്ടും നമ്മൾ ചൈനീസ് ഐറ്റംസിലേക്ക് പോകും നമ്മുടെ കണ്ണുകൾ. അപ്പോൾ എന്തായാലും വീട്ടിലും നമുക്ക് ചൈനീസ് ഉണ്ടാക്കാം. ഇപ്പോഴത്തെ വീട്ടമ്മമാർക്കെല്ലാം തന്നെ ചൈനീസ് വിഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെന്താ ചില്ലി ചിക്കൻ, മഞ്ചൂറിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചൈനീസ് വിഭവം നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതിൻ്റെ പേര് ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ്. അപ്പോൾ പേര് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ് എന്ന് പറയുമ്പോൾ, ഡൈസ്ഡ് എന്ന് പറയുമ്പോൾ ചെറിയ ചതുര കഷ്ണങ്ങൾ അല്ലേ, ഇങ്ങനെ ആ ഒരു ഷേപ്പിലുണ്ടാക്കിയ ചിക്കൻ, അതിൻ്റെ കൂടെ പിന്നെ സോസ് എന്ന് പറയുമ്പോൾ അതൊരു ഓയിസ്റ്റർ സോസാണ് അതിൻ്റെ കൂടുതലായിട്ട് ഇത് വരുന്നത്, ചില്ലി ഓയിസ്റ്റർ സോസ്. അപ്പോൾ അത്യാവശ്യം ചെറിയ എരിവും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ഒരു ചൈനീസ് വിഭവം. അപ്പോൾ ഇത് 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചൈനീസ് ഐറ്റംസ് തന്നെ 2 രീതിയിൽ ചെയ്യാം. നമുക്ക് പിന്നെ ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുത്തിട്ട് മാരിനേഷൻ എല്ലാം കഴിഞ്ഞ് വറുത്ത് കോരുകയും ചെയ്യാം. അല്ലാണ്ട് വെറുതെ ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിലും എന്താണെങ്കിലും പീസസ് ആയിട്ട് മുറിച്ച് ഒരു സോസി ആയിട്ടുള്ളൊരു ഗ്രേവി ഉണ്ടാക്കി അതിൽ സോട്ട് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും വഴറ്റിയെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു മാരിനേഷനൊക്കെ കൊടുത്ത് ചിക്കൻ ക്യൂബ്സ് ആയിട്ട് മുറിച്ചതിനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് എന്താ പറയുക ജിഞ്ചർ ഗാർലിക് എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്ത് കോരി ആണ് നമ്മളിത് സോസിൽ അത് സോട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി തുടങ്ങിയാലോ? അപ്പോൾ നമ്മളുടെ ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ 600 ഗ്രാം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. ക്യാരറ്റ് വേവിച്ച് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 2 എണ്ണം. ക്യാപ്സിക്കം 1 എണ്ണം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. സവാള 1 വലുത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി മാരിനേഷന് വേണ്ട ചേരുവകൾ: കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, മൈദ മാവ് 1 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ: എണ്ണ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 1/2 കപ്പ്, സെലറി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1.5 ടീസ്പൂൺ, ഓയിസ്റ്റർ സോസ് 3.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, വറ്റൽമുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വീണ്ടും കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, വിനാഗിരി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1/2 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ നമ്മുടെ ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ് തയ്യാറാക്കി തുടങ്ങാം. ചേരുവകൾ കുറച്ച് അധികമുണ്ട്. കാര്യം ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള പച്ചക്കറികൾ, അതിനാവശ്യമുള്ള സ്പ്രിംഗ് ഓണിയൻ, സെലറി, ഇങ്ങനെയുള്ള കുറേ ഇല വർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം ചേർന്ന് വന്നാൽ ഏറ്റവും നല്ലത്. ചില സമയങ്ങളിൽ നമ്മളുടെ കയ്യിൽ എല്ലാം ഒന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ, സെലറി നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അതില്ലാണ്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് ഒരു പെർഫെക്റ്റ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ കാണിച്ചു തരുന്നു. പക്ഷേ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് സവാള, ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സെലറി, സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മളൊരു 600 ഗ്രാമോളം ചിക്കൻ ക്യൂബ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഡൈസ്ഡ് ചിക്കനാണ്, ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങൾ പോലെ മുറിച്ചത്. അതിലേക്ക് അത് കഴുകി വൃത്തിയാക്കി എടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാരിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കാര്യങ്ങൾ ചേർത്ത് അതിൽ പിടിപ്പിക്കാൻ നോക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ നന്നായിട്ട് കുമിച്ചെടുക്കുക വെളുത്തുള്ളി അരച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെന്താ വേണ്ടത്, പിന്നെ സോയാ സോസ് 1 ടീസ്പൂൺ കഷ്ടിച്ച്, ഓക്കെ,
അപ്പോൾ ഇതാദ്യം നമ്മളൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിലിപ്പോൾ ഇഞ്ചി ഒരു ടീസ്പൂൺ നിറച്ച്, വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നിറച്ച്, പിന്നെ ഒരു ചെറിയ സ്പൂൺ നിറച്ച് വേണമെന്നില്ല, ഒരു അര ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ സോയാ സോസും ആകാം. അപ്പോൾ അതാദ്യം ഒന്ന് തിരുമ്മി ചേർക്കുന്നു. ഇനി ഇതിലേക്ക് മുട്ടയും ബാക്കി കാര്യങ്ങളും. ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒരു മുട്ട മുഴുവൻ ചേർക്കണം എന്നില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആവശ്യാനുസരണം ചേർക്കാം. ഒരു പകുതി മുട്ടയായാലും മതി. ഒരു പകുതി മുട്ടയോളം ചേർത്ത്, ഒരു മുട്ട എടുത്ത് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പകുതിയോളം ചേർത്ത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഒരു ഡസ്റ്റിംഗ് ആണ്, ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കലക്കിയല്ല ചേർക്കുന്നത്, ഇതിലേക്ക് ചേർത്താണ്. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർക്കും. 1 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് നോക്കുക, സോയാ സോസിന് കുറച്ച് ഉപ്പുണ്ട്, എങ്കിലും കുറച്ച് ഉപ്പ് വേണ്ടി വരും, ഒരല്പം. ഒരു പൊടി ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഇനി കൈ കൊണ്ട് തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് തിരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരു കോട്ടിങ് ആകും, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു കോട്ടിങ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഈർപ്പമുണ്ട്, പിന്നെ മുട്ട നമ്മളൊരു പകുതിയോളം ചേർത്തു, അതിൻ്റെ ഒരു ഈർപ്പവും ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ചിക്കൻ്റെ പീസസിൽ തിരിച്ചു വയ്ക്കും. അപ്പോൾ ഇതൊരല്പം സമയം മാറ്റി വയ്ക്കുക. ഉപ്പൊക്കെ നോക്കുക, ആവശ്യാനുസരണം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ ചേർക്കാം, നോക്കുക. അപ്പോൾ ഇത് നമ്മളുടെ മാറിനേറ്റഡ് ചിക്കൻ, ഡൈസ്ഡ് ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഇനിയപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റഡ് ആയിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് സമയം കഴിഞ്ഞു. ഏറ്റവും കുറഞ്ഞത് ഒരു 15-20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രം, എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്ത് കോരണം. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ചെറുത് എന്താ പറയുക, വഴറ്റി അങ്ങനെയല്ല, ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ, റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടാകട്ടെ. എന്നിട്ട് 2 പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് വറുത്ത് പോരാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് എല്ലാം ഇങ്ങനെ വഴറ്റി എടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. അതും പെട്ടെന്ന് തന്നെ കഴിയും. എന്തായാലും നമ്മളുടെ എണ്ണ ഒന്ന് ചൂടാകട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യും. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മാറിനേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ, പിന്നെന്താ നമ്മൾ ചേർത്ത്, ഒരു മുട്ടയുടെ പകുതി, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ മാവും, പിന്നെ സോയാ സോസ് 1 ടീസ്പൂൺ, ഉപ്പ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കുക. ഇത് ഏതാണ്ട് 600 ഗ്രാമോളം ചിക്കൻ്റെ പീസസ്. കോട്ടിങ്ങാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരൂടെ അതിനൊരു കവറിങ് വേണം തോന്നുകയാണെങ്കിൽ അളവ് ഇച്ചിരൂടെ കൂട്ടിക്കോളും. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദമാവിൻ്റെ അളവ് അങ്ങനെ തന്നെ വെച്ചാൽ മതി. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ആണെങ്കിലും നല്ല നിറച്ചെടുക്കണം. ഹീപ്ഡ് ടേബിൾ സ്പൂൺ ഇങ്ങനെ കുമിച്ചെടുക്കുക, അപ്പോൾ ആവശ്യത്തിന് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റാം. മൂത്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് വേഗം ചെയ്യും. ഇച്ചിരി നേരം നമ്മൾ മാരിനേഷൻ മാറ്റി വെക്കുമ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് എല്ലാം കൂടി ഒന്ന് റെഡിയായിരിക്കും. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വറുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാത്രമല്ല ചെറിയ പീസസ് അല്ലേ, വേഗം വേഗം പെട്ടെന്ന് തന്നെ വേകാനായിട്ട് സാധിക്കും. ഇത് ബ്രോയിലർ ചിക്കനാണ്. ഇപ്പം നമ്മളുടെ ചിക്കൻ്റെ പീസസ് എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചെറിയൊരു കോട്ടിങ്ങോട് കൂടി ചിക്കൻ്റെ പീസസ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇത് ആദ്യത്തെ സെറ്റാണ്. ഇനി ബാക്കിയിരിക്കുന്ന ചിക്കൻ്റെ പീസസും ഇതേപോലെ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് വെക്കാം. ഒരുപാട് ഇപ്പം കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിലും ഇത് ഒരുപാട് ഹാർഡല്ല. എന്താ വെച്ചാൽ കരികരിപ്പ് അങ്ങനെയൊന്നുമല്ല, സോഫ്റ്റ് ആയിരിക്കണം. തൊടുമ്പോൾ നമുക്കറിയാം സോഫ്റ്റാണ്. ഒന്ന് മൂത്ത് കിട്ടുന്നേ ഉള്ളൂ. അത് മുരിഞ്ഞ് അങ്ങനെ ഒരു കരികരിപ്പായിട്ട് ഭയങ്കര ഡ്രൈ ആക്കി കളയരുത്. അത് ഉണങ്ങിപ്പോവും. ഒരുപാട് ഡ്രൈ ആയാൽ ഉണങ്ങിപ്പോവും. അപ്പം അത്രയും ഒപ്പിച്ച് കഴിഞ്ഞാൽ അത് മോശമാവും. പിന്നെ ബാക്കിയിരിക്കുന്ന ചിക്കൻ പീസസ് ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് വറുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും 2 ടൈംസ്. ഏകദേശം ഒരു 1.5 കപ്പ് എണ്ണ മതിയാകും ഇത്രയും വറുത്തെടുക്കാൻ. ബാക്കി എണ്ണ അതിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടാണ് ബാക്കി വഴറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാര്യം ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ ചിക്കൻ ഒന്ന് ചൂടായി ഒന്ന് വെന്ത് ഉണങ്ങുമ്പോൾ ഇതൊന്ന് ചുരുങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് അത്ര എണ്ണ ധാരാളം മതിയാകും. അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ പീസസ് എല്ലാം വറുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു പാത്രം, കുറച്ചുകൂടി പരന്ന ഒരു പാത്രം, ചൂടെണ്ണയിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടും. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, അതിനോടൊപ്പം പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് മുറിക്കുക. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അതും ഉണ്ടാവും. ഇതൊന്ന് ചെറുതായി ഒന്ന് വാടി നിറം മാറാൻ തുടങ്ങണം. ഒരുപാട് മൂക്കൊന്നും വേണ്ട. വാടി തുടങ്ങി, വെളുത്തുള്ളി വാടി തുടങ്ങി, പച്ചമുളക് വാടാൻ തുടങ്ങുന്നു. നിറം മാറി മൂത്ത് ബ്രൗൺ ഒന്നും ആകണ്ട. ഇനി ഇതിലേക്ക് സവാളയും ഏതാണ്ടൊരു ചെറിയ ക്യൂബ്സായിട്ട് ചെറിയ കഷ്ണങ്ങളായി കുറച്ച്. ഇതിൻ്റെ കട്ടിങ് എല്ലാം ക്യൂബ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഡൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ചെറിയ ചതുരം സ്ക്വയർ പീസസ്. അപ്പോൾ സവാളയും ചൈനീസ് കുക്കിങ്ങിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കളർ മാറി ബ്രൗൺ ഒന്നും അത് നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങാണ്. വഴണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മൂത്ത മണം വരണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇതൊന്നും വേണ്ട. ഒന്ന് വാടി ഒരു ലൈറ്റ് പിങ്ക് കളറായാൽ മതി. ഒരു ചെറിയൊരു വാട് അത്ര ആവശ്യമുള്ളൂ. വാടി വരിക, ഒരു ചെണ്ടറാകുക എന്ന് പറയില്ലേ, ഒന്ന് മൃദുവായി കിട്ടിയാൽ മാത്രം മതി. അത് എപ്പോഴും ഒരു ചെറിയ ഒരു കരികരിപ്പ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ സവാളയും ചെറുതായി ഒന്ന് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ചില്ലി പേസ്റ്റ്, ഇത് ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസാണ്. മുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. വറ്റൽ മുളക് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് അകത്തത്തെ ഇതെല്ലാം മാറ്റിയിട്ട് ഒന്നുകിൽ വെള്ളത്തിൽ കുതിർത്ത് അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് അരച്ചെടുത്താലും മതിയാകും. എന്തായാലും പച്ച ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, അതായത് വറ്റൽ മുളക് അരച്ചതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് മാറും. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കാൻ പോവാണ്. 2 ടീസ്പൂൺ 2 ചെറിയ സ്പൂൺ വിനീഗർ വിനാഗിരി. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു മണം, വറ്റൽ മുളകിൻ്റെ പേസ്റ്റും അതിനോടൊപ്പം വിനാഗിരി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറി. നമ്മളിനി ഇതിലേക്ക് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം, അതിൻ്റെ അകത്തെ അരിയെല്ലാം മാറ്റി അതും ചെറിയ ഡൈസ് കട്ടി ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച്. ഇപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു മണം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു മണവും കൂടി വന്നു തുടങ്ങി. എല്ലാം ഒന്ന് വാടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ഓയിസ്റ്റർ സോസ്, ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. ഓയിസ്റ്റർ OY എന്നാണ് തുടങ്ങുന്നത്. ഓയിസ്റ്റർ STER, അത് വാങ്ങാൻ കിട്ടും. സോയാ സോസ് പോലെ തന്നെയുള്ളൊരു സോസാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ക്രീമി പോലെ. 3 ടേബിൾ സ്പൂൺ ആദ്യം, അതിനോടൊപ്പം നമ്മൾ സോയാ സോസ് 1 ടീസ്പൂണും കൂടി ചേർക്കാം. തീ ഒരൽപ്പം കുറയ്ക്കാം.
3 മുതൽ 3.5 ടേബിൾ സ്പൂൺ വരെ ആകാം ഓയിസ്റ്റർ സോസ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. അത് റെഡ് കളർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ചില്ലി സോസ് എന്ന് പറഞ്ഞാൽ അതും വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ് കുപ്പിയിൽ. അത് 2 നിറത്തിൽ കിട്ടും, ചുവന്ന കളറിലും കിട്ടും, പച്ച നിറത്തിലും കിട്ടും. അപ്പോൾ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. ചില്ലി സോസ്, ഓയിസ്റ്റർ സോസ് ആൻഡ് സോയാ സോസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി ഒരല്പം, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. സോസുകളുടെ എല്ലാം പച്ച ചുവയൊന്ന് മാറട്ടെ. ഒരു 1 മിനിറ്റ് അത്ര തന്നെ ആവശ്യമുള്ളൂ. പച്ച ചുവയൊക്കെ മാറി തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, ഏതാണ്ട് 1 കപ്പോളം വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഈ ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ് ഇങ്ങനെ പുരണ്ടിരിക്കുന്ന രീതിയിൽ വേണോ, അതല്ലെങ്കിൽ ഇച്ചിരി ഗ്രേവിയോടുകൂടി, കൊഴുത്ത ഗ്രേവിയോടുകൂടി വേണോ, അത് നമ്മൾ എത്ര വെള്ളം ഒഴിക്കുന്നു അതനുസരിച്ചിട്ടാണ്. 1 കപ്പ് ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയായിരിക്കും. 1.5 കപ്പ് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒരു കുഴഞ്ഞൊരു ഗ്രേവി കൂടുതൽ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടും. എന്തായാലും നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെള്ളവും ഒഴിച്ചു കൊടുത്തു, ഏതാണ്ട് 1.5 കപ്പോളം വെള്ളം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തു. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. അതൊക്കെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച ഗ്രേവി നന്നായി വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ്, വറുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ പീസസ് ചേർത്തു. ഇനി എന്താണ്, ഇത് നമ്മൾ വേവിച്ച ചെറിയ ഡൈസസ് ആയിട്ട് അല്ലെങ്കിൽ ചതുര കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് 2 ചേർത്ത് അതും കൂടി ചേർക്കാം. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, വെന്തതാണ്. അപ്പോൾ നല്ല കളർഫുള്ളായില്ലേ, കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടോ, പച്ച, ഓറഞ്ച്, എന്താ പറയല്ലേ, ഒരുപാട് നിറങ്ങൾ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഒരല്പം 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആകും. നോക്കി നമ്മൾ എത്ര വെള്ളം ഒഴിക്കുന്നു അതനുസരിച്ചിട്ടാണ് കോൺഫ്ലവർ ചേർക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിരുന്നു ഗ്രേവിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് നല്ലൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഇതിങ്ങനെ ഒരു കുഴഞ്ഞ പാകമായി, കണ്ടില്ലേ, ഒരു ഗ്ലേസിങ് ഇതിൽ മാറിക്കഴിയും. ഇനി എന്താ വേണ്ടേ, ഇനി വേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് ഉണ്ടെങ്കിൽ ചേർക്കാം സെലറി. ഞാൻ പറഞ്ഞത് സെലറിയൊക്കെ എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണം എന്നില്ല. ഉണ്ടെങ്കിൽ സെലറി നല്ലൊരു കോമ്പിനേഷൻ. പിന്നെന്താ വേണ്ടേ, സ്പ്രിംഗ് ഒണിയൻ. അതും എപ്പോഴും ഉണ്ടാവണ കാര്യമല്ല, എങ്കിലും ഉള്ള കാര്യങ്ങൾ ഇടുക. ഇപ്പോൾ ചൈനീസ് സാധനങ്ങളുടെ ഒരു പ്രധാന ചേരുവകളാണ്. ഇതിലൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മറ്റു കാര്യങ്ങൾ ചേർക്കാത്തൊരു കാര്യം കൂടി ചേർക്കും, കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കും. ഒരല്പം മല്ലിയില അതും കൂടി ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞൊരു പാകം. ഇതാണ് നമ്മളുടെ ചിക്കൻ ചില്ലി ഓയിസ്റ്റർ സോസ് റെഡി ആയി കഴിഞ്ഞു. ഉപ്പ് നോക്കുക, പോരാത്തതാണെങ്കിൽ ഇനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയത്. ഇനി കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടുക. ഇപ്പോൾ 3 കപ്പ് വെള്ളം വരെ ഒഴിക്കാം. പക്ഷേ കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. ഇതിപ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അല്ലേ ഒഴിച്ചുള്ളൂ. തീ ഓഫ് ചെയ്യും. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളുടെ ഡൈസ്ഡ് ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
അപ്പോൾ ഇതിൻ്റെ സോസ് ഇങ്ങനെ ഇത് കുഴഞ്ഞ് ഇങ്ങനെ അതിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു 1.5 കപ്പ് വെള്ളവും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ക്വാണ്ടിറ്റി ഇത്രേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ചെയ്താൽ. കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ നല്ല കുമിച്ചെടുക്കണം കോൺഫ്ലവർ, ഹീപ്ഡ് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി കലക്കി ഒഴിച്ചാൽ കുറച്ചുകൂടി ഇങ്ങനെ അതിൽ കുറച്ചുകൂടി ഒരു ഗ്രേവി എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, ഇല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും അത് സ്വാദ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക. ബാക്കി സോസ് മറ്റു കാര്യങ്ങളെല്ലാം ഇത്രയും തന്നെ ധാരാളം മതിയാവും. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇച്ചിരി കൂടെ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. എന്തായാലും ഇത് നല്ലൊരു വിഭവമാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വേണമെങ്കിലും, പിന്നെന്താ നൂഡിൽസ്, ഇങ്ങനെയുള്ള ഏത് കാര്യത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച വിഭവം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ചൈനീസ് വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കിയത്. അപ്പോൾ വീട്ടിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ, ഇപ്പോൾ ചില്ലി ചിക്കനും മഞ്ചൂരിയനും ഒന്നും അല്ലാതെ, അല്ലെങ്കിൽ ചില്ലി ബീഫ് അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ വ്യത്യസ്തമായി പല പല സോസുകൾ പരീക്ഷിച്ചിട്ട്, ഇപ്പോൾ ഓയിസ്റ്റർ സോസ് പോലുള്ള സോസുകൾ കൊണ്ടും നല്ല രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അത്തരം വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.